ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു പുതിയൊരു ഡ്രിങ്ക് ആയിട്ടാണ്. റംസാനൊക്കെ ആയതുകൊണ്ട് പുതിയൊരു അടിപൊളി ഒറ്റക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ പീസുകൾ ഇടാണ്. പിന്നെ നമ്മൾ മുന്നേ കീറി വെച്ചിട്ടുള്ള മുളക് ഇടാണ്. അതിന് ശേഷം കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഏറിപ്പോകരുത്, കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര പാനി ഒഴിക്കാം. അതിന് ശേഷം കുറച്ച് പുതിന ഇല കൈ കൊണ്ട് പിച്ചിട്ട് ഇടാം. എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ബത്തക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ചുകൂടെ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്ലബ് സോഡ ഒഴിച്ചു കൊടുക്കാം. ക്ലബ് സോഡ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതിനുശേഷം നമ്മുടെ ഡ്രിങ്ക്സിന് തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ ഡ്രിങ്ക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു ബത്തക്കയുടെ പീസും വേണമെങ്കിൽ അത് ഓപ്ഷണലാണ്. ഈ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചെയ്ത അവസാനം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു പുതിനയിലും കൂടെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബത്തക്ക മൊയ്റ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുടിക്കണം. എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം.